ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇതാ അച്ഛനും അമ്മയും അന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പലതരം ചിക്കനിലുള്ള ഷവായ പീസസ് ആണ്. അപ്പോൾ ഇത് ഇന്ന് എയർ ഫ്രയറിൽ വെച്ച് കഴിക്കാനാണ് മക്കൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനിതിൽ വെറും ഹെൽപ്പർ മാത്രമാണ്. ഇതാ ഇവിടെ കണ്ണനും അമ്മയുമാണ് ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. പണ്ട് മുതലേ എനിക്ക് കോഴീനോട് വലിയൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു. പണ്ട് തറവാട്ടിലാവുന്ന സമയത്ത് വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു. അച്ഛമ്മ ഓരോ കോഴീനെ വാങ്ങിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും, അമ്മയ്ക്കും ആൻറ്റിമാർക്കും ഒക്കെ. അപ്പോൾ വൈകുന്നേരം ആയാൽ ചില സൂത്രക്കാരിയായ കോഴികൾ എന്ത് ചെയ്യുന്ന ചില കൂട്ടിൽ കയറൂല, എവിടെയെങ്കിലും പോയിരിക്കും. അപ്പോൾ അമ്മ പറയും ആ കോഴീനെ ഒന്ന് പിടിച്ച് കൂട്ടിലിടും. ജന്മം ചെയ്ത മരണക്കളി കളിച്ചാൽ ഞാനതിനെ തൊടൂല. കാര്യം എനിക്ക് പേടിയാണ് അതിനെ തൊടാൻ വേണ്ടിയിട്ട്. എനിക്കും മുല്ലയ്ക്കും പേടിയാണ്. പാവം സനുവാണ് അമ്മേൻ്റെ കൂടെ നിന്ന് അതിനെ പിടിച്ച് കൂട്ടിലാക്കാൻ. അപ്പോൾ സനു പറയും, നിങ്ങൾക്ക് മുട്ട കഴിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ, കോഴീനെ തൊടാനല്ലേ നിങ്ങൾക്ക് പേടിയുള്ളൂ എന്ന്. അമ്മയും സനുവും ഒരുപോലെയാണ്. അതായത് അമ്മേൻ്റെ മാമന്മാർക്കും ഒക്കെ ഈ മൃഗങ്ങളോടൊക്കെ വല്ലാത്തൊരു സ്നേഹമാണ്. നമുക്ക് സ്നേഹക്കുറവുണ്ടായിട്ടൊന്നുമില്ല, അതിനെ തൊടാനൊക്കെ വലിയൊരു അറപ്പാണ്. ആ കൂട്ടത്തിലാണ് അച്ഛനും ഇതിനെ തൊടാനൊക്കെ വലിയൊരു ഇതാണ്. പക്ഷേ ചിക്കൻ നമ്മൾ കഴിക്കും കേട്ടോ. അപ്പോൾ അത് ഇനി ചിക്കനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അതാ ഈ വലിയ പീസസ് ഷവായ പീസസിലേക്ക് ഇതാ പച്ച ഷവായ ഉണ്ടാക്കുന്നത് മല്ലിയിലയും പുതിനയും വെളുത്തുള്ളി ഇതൊക്കെ അരച്ച് അമ്മയാണ് തേക്കുന്നത്. നാളെ ധന്യന്തിയും കൂടെയാണ് ഇന്നത്തെ പാചകം. ഞാൻ വെറുതെ വാചകം മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വലിയ പീസ് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മക്കൾക്ക് അവർ ഷവായ കഴിക്കുമെന്ന് പറഞ്ഞ് എനിക്കും ചാമേട്ടനും അമ്മയ്ക്കും അച്ഛനും ഞാൻ ചെറിയ പീസ് ആ മസാലയൊക്കെ വെച്ച് ഞാൻ കണ്ണെന്താ ബട്ടറിലാണത് ഫ്രൈ ചെയ്യുന്നത്. അവരുടേത് അവർ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബട്ടറിൽ ആക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഈ കോഴീനൊന്നും വലിയൊരു താല്പര്യമില്ലായിരുന്നു. പണ്ട് ഞാൻ വേവിക്കാത്ത കോഴീനെ കൈകൊണ്ട് തൊടാത്ത ആളാണ്. അമ്മ കഴുകുന്നിടത്ത് തന്നെ എന്നെ ഒന്ന് വിളിക്കും. ചിലപ്പോൾ കാക്കനെ തെളിക്കാനൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തുപ്പി അമ്മ പറയും, ഇവളെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ചിക്കൻ ഒരു മനുഷ്യന് തൃപ്തിയോടെ കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ചിക്കൻ കഴുകാൻ തുടങ്ങി. കാര്യം എന്താ അറിയാം, വേറൊരാൾ കഴുകി കഴിഞ്ഞാൽ അമ്മ അല്ലാതെ വേറെ ആര് കഴുകിയാലും എനിക്കത് എന്താ പറയുക, അതിൻ്റെ മുകളിൽ ഈ കട്ട് ചെയ്യുന്ന പലകൻ്റെ പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ഇത് കാരണം ഞാൻ തന്നെ ധൈര്യം സംഭരിച്ച് തുപ്പലിറക്കി ഞാൻ തന്നെ വാഷ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ഈ വലിയ പീസസ് ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പോഴും അതിനോടൊരു എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അറിയുന്നവരും മനസ്സിലാക്കി വെച്ചാൽ ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതാ കണ്ണൻ ഇത് എയർ ഫ്രയറിലിട്ട് ഒരു തവണ വെച്ചു, പിന്നീട് ആ ഭാഗം തിരിച്ചിട്ടു, അതിലേക്ക് ബട്ടറൊക്കെ തേച്ച് മക്കളിതാ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മുട്ട ബോയിൽ ചെയ്തിട്ടാണ് ഇവർ മയണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേ അത്ര ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ അങ്ങനെയാണ് ഇവർ മക്കൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവരുടെ ഷവായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടുപേരും കട്ട വെയിറ്റിങ്ങിലാണ്, റാമും വാവയും. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അത് ഒരു ബാച്ച് ആയി കഴിഞ്ഞാൽ മക്കൾക്ക് രണ്ടുപേർക്കും കൊടുക്കണമല്ലോ. അപ്പം അമ്മേൻ്റെ ആ ചെറിയ പീസസ് എനിക്കൊന്ന് തരണേ, തൽക്കാലം ഒരു ഇടക്കാല ആശ്വാസത്തിന് എനിക്ക് അത് മതി അമ്മയെന്ന് പറഞ്ഞപ്പോൾ അതാ അടിപൊളി ഉഷാറായിട്ട് കഴിക്കട്ടെ. എയർ ഫ്രയറിൽ നമ്മൾ എയർ ഫ്രയർ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ചിക്കനൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. കണ്ണൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ അനാമത്ത് പണികളൊക്കെ ചെയ്യുക. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യക്കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. കറിയൊക്കെ വെക്കുന്നതല്ലാതെ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.